ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രീതാസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ബീട്രൂട്ട് കൊണ്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കാം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ബീട്രൂട്ട് വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് അച്ചാർ തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 ബീട്രൂട്ട് എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അല്ലികളും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 6-7 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ നമ്മുടെ അച്ചാറിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി ഇതെല്ലാം കൂടി നല്ലെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലെണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇതൊന്ന് വേകാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിത് അടച്ചു വെക്കണം. ഇതൊന്ന് വേകാനായിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ചേർത്താലാണ് ഈ അച്ചാറിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ശർക്കര അവോയ്ഡ് ചെയ്യരുത്. ശർക്കരയും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, ചേർക്കാതിരിക്കരുത്. ഒരല്പമെങ്കിലും ചേർത്താൽ മാത്രമേ അച്ചാറിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ അച്ചാർ ഇന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇന്നൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. 2 ദിവസം കഴിഞ്ഞാലാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വിനാഗിരിയും കൂടുതൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. വിനാഗിരിയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ശർക്കരയും ഈ ബീട്രൂട്ടും വിനാഗിരിയും എല്ലാം കൂടി ഒന്ന് മിക്സായി ബീട്രൂട്ട് ഒന്നുകൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നേരത്തേക്കാളും ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പറാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ പിന്നെ നിങ്ങളിത് തയ്യാറാക്കും, ഉറപ്പാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് അച്ചാർ. കണ്ടോ, കഴിക്കാനും കാണാനും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.